അപാരമായ അനുഗ്രഹത്താൽ വിശുദ്ധമായ റമദാനിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയിലാണ് ഒരുമിച്ചിരിക്കുന്നത്. ഇന്നത്തെ ദിവസം നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. എത്രമേൽ ഇതിനെ ഉപയോഗപ്പെടുത്താൻ കഴിയുമോ അത്രമേൽ ഇതിന് ഉപയോഗപ്പെടുത്തണം. എത്ര നേരത്താണോ ഇവിടെ എത്താൻ പറ്റും അത്രയും നേരത്തെത്തിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ കൊണ്ട് ഖുർആനുകൾ കൊണ്ട് ധന്യമാക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതിനിടയിൽ ഒരു കാര്യം സൂചിപ്പിക്കാനാണ്. നമ്മുടെ റമദാൻ മാസത്തിൽ സാധാരണ ഖുർആൻ ക്ലാസ് നടത്താറുണ്ട് കുട്ടികൾക്ക് മദ്രസയിൽ വെച്ച്. ഇൻഷാ അല്ലാഹ് അത് നാളെ മുതൽ തുടങ്ങും. 20-22 ദിവസത്തെ ക്ലാസ്സായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഖുർആനുമായി ബന്ധപ്പെട്ടതും ഖുർആനിന്റെ ജീവിതം ഖുർആനും അടങ്ങിയ കാര്യങ്ങളാണ് അതിലുണ്ടാവുക. 4ാം ക്ലാസ് കഴിഞ്ഞ ആളുകൾ, 4ാം ക്ലാസ്സും അതിന്റെ പ്രത്യേക ആളുകൾ ആർക്കും വരാം. മദ്രസയിലുള്ളവർക്കും അല്ലാത്തവർക്കും അതിൽ പങ്കെടുക്കാം. കുട്ടികളെ ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സമയം കൂടിയാണ്, മാസം കൂടിയാണ്. പരീക്ഷയില്ലാത്ത ദിവസങ്ങൾക്ക് പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. കുട്ടികളൊക്കെ പറഞ്ഞു അപ്പോൾ ഖുർആനിന്റെ വഴിയിലായി ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് നമ്മൾ അല്ലാഹുവിന് വേണ്ടി മാറ്റിവെക്കേണ്ട റമദാനിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച കൂടിയാണ്. പ്രത്യേകിച്ച് അതിന്റെ സുന്നത്തുകായ കാരണങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നേരത്തെ വന്നുകൊണ്ട് പള്ളിയിൽ വന്ന് സൂറത്തുൽ കഹ്ഫ് ഓതിക്കൊണ്ട് അതിന്റെ സ്വലാത്തിന്റെ ഒരു കാണാം. കഹ്ഫും സ്വലാത്തും അതൊക്കെ കോടിക്കണക്കിന് കൂലി കിട്ടുന്ന കർമ്മങ്ങൾ, പ്രതിഫലം കിട്ടുന്ന സ്വലാത്തിന് അതൊക്കെ ചെയ്യാൻ വേണ്ടി ഒരാളോളം കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു മുസ്ലിമായ മനുഷ്യന് ഒരുപാട് ബാധ്യതകൾ പലരോടുമുണ്ട്. സാമൂഹ്യമായിട്ടുള്ള ബാധ്യതകളുണ്ട്, സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളുണ്ട്, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യതകളുണ്ട്, ഇനി വലിയവരാണെങ്കിൽ വലിയവരോടുള്ള ബാധ്യതകളുണ്ട്. എല്ലാം ഇസ്ലാം എണ്ണി പറഞ്ഞ കാര്യങ്ങളാണ്. വിഷയങ്ങളൊക്കെ നമ്മൾ മുമ്പും അറിഞ്ഞതും കേട്ടതൊക്കെയാണ്. എന്നിരുന്നാലും ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് അത് മുഅ്മിനീങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യമായതുകൊണ്ടാണ് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ മുസ്ലിം അലൽ മുസ്ലിമി ഖംസുൻ, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന്റെ മേലുള്ള ബാധ്യതകൾ 5 എണ്ണമാണ് എന്ന് പറയുന്നത്. ബുഖാരിയിൽ കാണാം, മുസ്ലിമിന് കാണാം സിത്തുൻ, അത് 6 എണ്ണമാണ് എന്നും റിപ്പോർട്ടുകളിൽ കാണാം. എന്തൊക്കെയാണ് ഈ മുസ്ലിം മറ്റൊരു മുസ്ലിമിനുള്ള ബാധ്യതകൾ? അവൻ ചെയ്തു തീർക്കേണ്ട, അവന്റെ മേൽ നിർബന്ധമായി ബാധ്യതയായി വരുന്ന ഒരുപാട് കർമ്മങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്, ചെയ്ത് തീർക്കേണ്ട സംഭവങ്ങളുണ്ട്. അങ്ങനെയാകുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ മുസ്ലിമായി മാറുന്നത്. അവന്റെ ബാധ്യതകൾ കൃത്യമായി നിറവേറ്റുമ്പോഴാണ് അവരൊരു യഥാർത്ഥ മുസ്ലിം എന്ന് പറയാൻ കഴിയുന്നത്. ചോദിക്കുന്നുണ്ട്, എന്താണ് അല്ലാഹു റസൂലേ ഈ 6 കാര്യങ്ങൾ? സഹാബികൾ അങ്ങനെയാണ്, എന്തെങ്കിലും കാര്യം ചോദിക്കുമ്പോൾ ആ കാര്യങ്ങൾ പെട്ടെന്ന് അവർക്ക് കിട്ടണം. കാരണം ആ അമലുകളിലേക്ക്, ആ നന്മയിലേക്ക് ഉളരുക എന്നുള്ളത് സ്വാലിഹീങ്ങളുടെയും മുഅ്മിനീങ്ങളുടെയും ഒരു കാര്യമാണ്. അതുകൊണ്ട് സഹാബികൾ ചോദിക്കുന്നു, മാ യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരും. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഒരാളെ കണ്ടുമുട്ടുകയാണെങ്കിൽ അവരോട് സലാം പറഞ്ഞിട്ടായിരിക്കണം തുടങ്ങേണ്ടത്. കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടൽ വേണ്ടത്. ഇന്നലെ പാട്ട് നമ്മൾ ആയോസ്ഥാനത്തിന്റെ പാട്ടൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഒരാളെ കാണുമ്പോൾ ആദ്യം പറയേണ്ടത് ഹലോ ഹായ് എന്നല്ല. ചിലരുടെ സംഭാഷണം അങ്ങനെയാണ്. എന്തൊക്കെയുണ്ട്, സുഖല്ലേ എന്ന് ചോദിച്ചിട്ടാണ് ആദ്യം തുടങ്ങുന്നത്. അതല്ല ഒരു മുസ്ലിമിന്റെ ബാധ്യത അല്ലെങ്കിൽ സംഭാഷണ രീതി. അവൻ തുടങ്ങി വെക്കേണ്ട കാര്യം ഒരാളെ കണ്ടുമുട്ടിയാൽ ആദ്യമായി അവൻ ചെയ്യേണ്ടത് അവരോട് സലാം പറയാണ്, രക്ഷയുടെ വാചകങ്ങൾ പറയാണ്, അവർക്ക് രക്ഷയുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യാണ്, തിരിച്ചുപോട്ടും അവൻ പ്രാർത്ഥിക്കുകയാണ്, വഅലൈക്കും സലാം, നിനക്കും രക്ഷയുണ്ടാവട്ടെ. ഒരു പ്രാർത്ഥനയിലൂടെയാണ് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് സംവദിക്കുന്നത്, സംസാരിക്കുന്നത്, സംഭാഷണം നടത്തുന്നത്. അത് മുസ്ലിമിന്റെ ബാധ്യതയാണ്. സലാം പറയാന്നുള്ളത് സുന്നത്താണെങ്കിലും സലാം അടുക്കുക എന്നുള്ള നിർബന്ധമായ ഒരു കാര്യമാണ്. സലാമിന്റെ കാര്യങ്ങളൊക്കെ, ഇതിലുള്ള 6 കാര്യങ്ങളെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. അതൊന്നും അതിലേക്കൊന്നും വിശദീകരിക്കുന്നില്ല. ആദ്യമായി നീ ഒരാൾ കണ്ടുമുട്ടുകയാണെങ്കിൽ അവരോട് സലാം പറഞ്ഞിട്ടായിരിക്കണം. അന്ത്യനാളിന്റെ അടയാളപ്പെട്ടതാണ് ചില ആളുകളോട് മാത്രം പറയാം. ചില ആളുകളുടെ ശൈലിയാണത്. ചില ആളുകൾ പ്രത്യേകമാക്കിയിട്ട് ചില ആളുകൾ ഇഷ്ടമുള്ളവരോട് മാത്രം സലാം പറയാം, ചില പാർട്ടിക്കാരോട് മാത്രം സലാം പറയാം, ചില സംഘടനക്കാരോട് മാത്രം സലാം പറയാം, അല്ലെങ്കിൽ അവനോട് ആരാണോ സംസാരിക്കുന്നത് അവരോട് മാത്രം സലാം പറയാം. അങ്ങനെ പരിപാടിയുണ്ട്. അങ്ങനെ ആയി പോകരുത്. അത്
അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നബി തങ്ങൾ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരോടും അറിയുന്ന ആളാട്ടെ അറിയാതിരിക്കുന്ന ആളാട്ടെ എല്ലാവരോടും പറയേണ്ട ഒരു വാചകമാണ്. ഒന്നും അറിയില്ലെങ്കിൽ ഒരു സലാമെങ്കിലും പറഞ്ഞിട്ട് പോകണം. രണ്ടാമതായിട്ട് ഹബീബായ തങ്ങൾ എണ്ണുന്നത്, എന്നോട് എന്തെങ്കിലും ഒരു കാര്യം ഉപദേശിച്ചാൽ അതിന് ഉപദേശം കൊടുക്കുക, അല്ലെങ്കിൽ ഉപദേശം ശ്രദ്ധിക്കുക എന്നുള്ളത്. ഉപദേശങ്ങൾ കേൾക്കാനും പറയാനൊക്കെ നമ്മൾ ആഗ്രഹമുള്ള ആളുകളാണ്. അതിൽ നിന്നൊന്നും തന്നെ പിന്മാറാതെ ആ ഉപദേശം സിദ്ധിക്കുന്നതിന് പറയുന്ന കാര്യത്തിലും മുമ്പിലുണ്ടാവുക എന്നുള്ളതാണ്. മൂന്നാമതായി ഹബീബായ തങ്ങൾ എണ്ണുന്നത് നമ്മൾ തുമ്മുന്ന സമയത്ത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയിൽപ്പെട്ട എണ്ണിയ ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മളത് നിസ്സാരവൽക്കരിക്കുന്ന ഒരു കാര്യമാണ്. ബാധ്യത എന്ന് പറഞ്ഞ 6 കാര്യങ്ങൾ എണ്ണുമ്പോൾ അതിനിടയിൽ നമ്മൾ നിസ്സാരമായി കാണുന്ന കാര്യങ്ങളാണ് തങ്ങൾ എണ്ണുന്നത്. നിങ്ങൾ തുമ്മുകയാണെങ്കിൽ അല്ലാഹുവിനെ സ്തുതിക്കണം, അൽഹംദുലില്ലാഹ് എന്ന് പറയണം. നമ്മൾ പലപ്പോഴും പറയാൻ പഠിക്കുന്ന കാര്യമാണ്. തുമ്മിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്. അതിലൊക്കെ ഒരുപാട് ശാസ്ത്രീയ വശങ്ങൾ വേറെയുമുണ്ട്. തുമ്മുന്ന സമയത്ത് ഒരു മനുഷ്യന്റെ ശരീരത്തിലുള്ള എല്ലാ ചലനങ്ങളും നിശ്ചലമാവുകയാണ്. ഒരു സെക്കൻഡിലേക്ക് നിശ്ചലമാവുകയാണ്. എന്നിട്ടാണ് പിന്നെ ചലിക്കാൻ തുടങ്ങുന്നത്. ആ ഒരു ചലനം ഒരു 2 സെക്കൻഡ് അല്ല 3 സെക്കൻഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആളെ രക്ഷു. അപ്പൊ പറയേണ്ട അൽഹംദുലില്ലാഹ്, പഠിച്ചവനെ അല്ലാഹു നിനക്ക് സ്തുതി. അതിൽ നിന്ന് രക്ഷപ്പെടുകയല്ലേ. തുമ്മിയാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയണം. പക്ഷെ എന്തിനാലും അതുപോലെ തന്നെ ആ പറഞ്ഞ ആൾ തിരിച്ചും പറയണം. അത് കേൾക്കുന്ന ആൾ ആരാണോ അവരെ യർഹമുക്കല്ലാഹ് എന്ന് പറയണം. നമ്മള് തുമ്മിയാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോ കേൾക്കുന്ന ആള് യർഹമുക്കല്ലാഹ് എന്ന് പറയണം. കേട്ടാൽ തിരിച്ച് തുമ്മിയാള് പറയണം യഹ്ദീകുമുല്ലാഹ് വയസ്ലിഹു ബാലക്കും എന്ന് പറയുന്ന സുന്നത്താണ്.